ശ്രീ ശങ്കുട്ടി ദാസ്, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടത് സംഘടനകളും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് ഭരണപരമോ വ്യക്തിപരമോ ആയ കാര്യങ്ങളുടെ പേരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കറും സംസ്ഥാന സർക്കാരും ഇടത് സംഘടനകളുമായിട്ടൊക്കെയുള്ള പ്രശ്നം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമാണ്. ഇപ്പോൾ ഈ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രം ഇന്ത്യയുടെ 17 ദേശീയ മുദ്രകളിലോ ചിഹ്നങ്ങളിലോ പെടാത്ത ഒന്നാണ്. ഔദ്യോഗികമായ യാതൊരു റെലവൻസും അതിനില്ല. അപ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക പരിപാടികളിൽ അത് സ്ഥാനം പിടിക്കേണ്ട കാര്യമില്ല. ഗവർണർക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഷിജു ഖാൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ആ കാര്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആചരിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇതിപ്പോൾ ഔദ്യോഗികമാക്കുന്നതിന് പിന്നിൽ എന്താണ്? 1946 ഗുരുപൂർണിമയിൽ ഗുരുജി ഗോൾവാൾക്കർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു നാൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഭഗവത് ധ്വജത്തിന്റെ കീഴിൽ അണിനിരക്കും, അതിനെ വണങ്ങുമെന്ന്. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി നടപ്പാക്കാം, പക്ഷേ അത് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ഓഫീസ് ഉപയോഗിച്ച് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വേണോ എന്നുള്ളതല്ലേ ഇവിടുത്തെ മൗലികമായ പ്രശ്നം. നോക്കൂ, അങ്ങയുടെ അവതരണ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള വസ്തുതാപരമായിട്ടുള്ള പിശകുകളെ തിരുത്തിക്കൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അങ്ങ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, കാവിക്കൊടി കയ്യിലേന്തിയിട്ടുള്ള ഒരു വനിതയുടെ ചിത്രം എന്നുള്ളതാണ്. ആ വനിത ആരാണ് എന്നുള്ളതിനെ പറ്റി അങ്ങേക്ക് ധാരണയില്ലെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന സിംഹാരൂഢയായിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണം അനുസരിച്ച് വ്യത്യസ്തമല്ലേ ശ്രീ ശങ്കുട്ടി ദാസ്? ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാരത് മാത എന്ന സങ്കല്പനം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ രൂപത്തിലാണ് എന്നുള്ളത് കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തതയായി നിലനിൽക്കും. ഇതല്ലല്ലോ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരത് മാത, ഇതല്ലല്ലോ രാജാ രവിവർമ്മ വരച്ച ചിത്രം. അബനീന്ദ്രനാഥ് ടാഗോറിലൂടെയാണ് ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത് എന്നത് 20-ാം നൂറ്റാണ്ടിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. 1947 ഇന്ത്യ ഉണ്ടായത് എന്നൊക്കെ ധരിക്കുന്ന ആളുകളുടെ സങ്കല്പമാണ്. അതിന് ഞാൻ തിരുത്താം, അതിലേക്ക് വരുന്നതിനും ഒരു കാര്യം കൂടി. മാത്രമല്ല, കാവിക്കൊടിയായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ മാറ്റിയിട്ട് കാവിക്കൊടി ആക്കണമെന്ന് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് വന്ന് പറഞ്ഞു. ആ വാർത്ത ശരിയല്ലെന്ന് അങ്ങേക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗമല്ല, മുൻ ദേശീയ നിർവാഹക സമിതി അംഗം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് മാറിയതിനു ശേഷവും ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് എന്ന് വരുത്തുന്ന രീതിയിൽ നിങ്ങൾ വ്യാജമായി ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് ശരിയല്ല. സമിതി അംഗമല്ല, അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗമല്ല എങ്കിൽ പറഞ്ഞതും പറഞ്ഞ കാര്യമാണ്. എൻ ശിവരാജൻ ദേശീയ സമിതി അംഗമല്ല. BJP ശരി, എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എൻ ശിവരാജൻ പറഞ്ഞു എന്നതും BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അഭിപ്രായപ്പെട്ടു എന്ന് പറയുന്നതിനും ഒരേ മൂല്യമാണോ ഉള്ളത്? അതിന്റെ അർത്ഥം ആണോ? അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നതിനെ പറ്റി അങ്ങേക്ക് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണല്ലോ ബോധപൂർവ്വം അങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത്. എൻ ശിവരാജൻ നിങ്ങൾക്കൊന്നും അറിയാത്ത ആളുകളല്ല. ഈ എന്താണ് അദ്ദേഹം കുറെ കാലങ്ങളായിട്ട് എടുത്തു വന്നിട്ടുള്ള സമീപനം എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഏതായാലും അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. ത്രിവർണ്ണ പതാകയെ 1947 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ രാജ്യം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അംഗീകരിച്ചതിനെ BJPയും RSSും എല്ലാ സംഘപരിവാർ സംഘടനകളും അംഗീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ദേശീയ പതാകയെ പറ്റി വിവിധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളും അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയാക്കുന്നതിന് ഒബ്ജക്ട് ചെയ്തിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം അശോക ചക്രമല്ല ത്രിവർണ്ണ പതാകയുടെ നടുവിൽ വേണ്ടത്, ഗാന്ധിയൻ ചർക്കയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംഘടനകൾ ത്രിവർണ്ണ പതാകയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ചർച്ചയിലൂടെയാണല്ലോ അവസാനം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇന്ത്യക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ദേശീയ പതാകകൾ ഉണ്ടായിട്ടുണ്ട്? 1906 ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ സമരം നടക്കുന്ന സമയത്ത് കൽക്കട്ട ഫ്ലാഗാണ്. 3 നിറമുള്ള പതാകയിൽ 8 താമര ചിഹ്നങ്ങളും താഴെ വന്ദേമാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള കൽക്കട്ട ഫ്ലാഗാണ് നമ്മൾ ആദ്യം നാഷണൽ ഫ്ലാഗായിട്ട് ഉപയോഗിക്കുന്നത്. 1907 ആയപ്പോൾ ഭിക്കാജി കാമ ഫ്ലാഗ് വന്നു. വന്ദേമാതരം എന്ന് എഴുതിയിട്ടുള്ള മറ്റു രൂപത്തിലുള്ള ഒരു ഫ്ലാഗ് വന്നു. 1917 ഹോം റൂൾ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആനി ബസന്റും ബാലഗംഗാധര തിലകരും കൂടിയിട്ട് എന്താണ് ഇംഗ്ലീഷിന്റെ യൂണിയൻ ജാക്ക് ആലേഖനം ചെയ്തിട്ടുള്ള ഡൊമീനിയൻ സ്റ്റാറ്റസ് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലാഗ് ഉണ്ടാക്കി. 1921 പിംഗളി വെങ്കയ്യയുടെ നേതൃത്വത്തിൽ ഗാന്ധിയൻ ഫ്ലാഗ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ദേശീയ പതാക അവതരിപ്പിച്ചു. അതിൽ ചർക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള ത്രിവർണ്ണ പതാകയുടെ നടുവിൽ ചർക്കയാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന അശോക ചക്രമല്ല ഉണ്ടായിരുന്നത്. 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളോടൊപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രൈക്കളർ എന്ന് പറയുന്ന ഫ്ലാഗിലേക്ക് എത്തിയത്. ആ ഘട്ടത്തിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ത്രിവർണ്ണ പതാക നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന വാദത്തോടാണ് എതിർപ്പ്. ഭാരത് മാതയുടെ കയ്യിലുള്ള ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസമില്ല. വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഇപ്പോൾ ശങ്കുട്ടി ദാസ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഞങ്ങൾ 1947 ശേഷം ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്ത് നിലപാടെടുക്കാതിരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ KP ശശികല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വ പ്രചാരകയാണല്ലോ. KP ശശികലയുടെ നിരവധി പ്രസംഗങ്ങൾ ഇന്ത്യൻ പതാകയെ വിമർശിച്ചുകൊണ്ട് ഈ 3 നിറം തുന്നിച്ചേർത്ത പതാകയാണോ ഇന്ത്യയുടെ പതാകയായി വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ. ഞാൻ ആ പ്രസംഗമൊക്കെ കേട്ട് റെഫർ ചെയ്ത് KP ശശികലയുമായി 10 കൊല്ലം മുമ്പ് ഒരു അഭിമുഖം നടത്തിയിരുന്നു. അവർ ആ പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഹിന്ദുത്വ പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവത് ധ്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അതിന് ചരിത്രപരമായ വസ്തുതകളുണ്ട്. ഞാൻ ഇപ്പോൾ കറണ്ടായി കേരളത്തിൽ നടന്ന കാര്യങ്ങൾ ഈ എൻ ശിവരാജൻ എന്ന മനുഷ്യൻ
തെറ്റിപ്പോയി അറിയാണ്ട് പറഞ്ഞു പോയ ഒരു കാര്യമാണ് എന്ന മട്ടിൽ ഇതിനെ കാണണ്ട. അതൊരു ഐഡിയോളജിക്കൽ പൊസിഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം പറഞ്ഞത്. അല്ല, നിങ്ങൾ ഇതൊക്കെ ബോധപൂർവ്വമാണ് പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനെ സാന്ദർഭികമായി തന്നെ തിരുത്തിയതും. രണ്ടാമത്തെ കാര്യം നോക്കൂ, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് സംഘടനകളുടെ അഭിപ്രായങ്ങളാക്കുന്ന രീതി ശരിയല്ല. 1947 ശേഷം ത്രിവർണ്ണ പതാകയെ വിമർശിച്ചുകൊണ്ടുള്ള യാതൊരു ലേഖനങ്ങളും ഈ പറയുന്ന RSSന്റെ മൗത്ത് പീസുകളായിട്ടുള്ള ഓർഗനൈസറിലോ മറ്റോ വന്നിട്ടില്ല. അതിന് മുൻപ് വന്നിട്ടുള്ള ലേഖനങ്ങളെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് സ്വകാര്യ സംഘടനകൾക്കും വ്യക്തികൾക്കും പതാക ഉയർത്താനുള്ള അനുമതി കിട്ടിയത്. 2002 മുതൽ RSSന്റെ ദേശീയ കാര്യാലയത്തിൽ, ഡൽഹിയിലുള്ള ജണ്ടേവാലയിലാണെങ്കിലും നാഗ്പൂരിലുള്ള ആസ്ഥാന കാര്യാലയത്തിലാണെങ്കിലും ത്രിവർണ്ണ പതാക എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിനും ഉയർത്തുന്നുണ്ട്. അത് ഇപ്പോഴും ഉയർത്താത്ത സംഘടനകൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ദേശീയ പതാകയെ എതിർക്കുന്ന ആളുകളാണെന്നുള്ള വ്യാജവാദം ദയവായി നിങ്ങൾ നിരത്തരുത്. വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇത്രയും ചരിത്രം ബംഗാളി വെങ്കയ്യ പതാക ഉണ്ടാക്കിയ ചരിത്രം മുതൽ പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇന്ത്യയുടെ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത് 1947 ജൂലൈയിലാണല്ലോ. ജൂലൈ 17-ാം തീയതി ഓർഗനൈസറിന്റെ മുഖപ്രസംഗം ദ നേഷൻസ് ഫ്ലാഗ് എന്ന തലക്കെട്ടിൽ ഇത് ഇന്ത്യക്കാരുടെ പതാക ആവില്ല, നമ്മുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിനെ ഉൾക്കൊള്ളുന്ന പതാക വേണം എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചപ്പോൾ അതിനോടുള്ള RSSന്റെ പ്രതികരണം എന്നുള്ള നിലയിൽ ഓർഗനൈസറിന്റെ മുഖലേഖനം വന്നത്. പോട്ടെ, അതും കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ 1947 ഓഗസ്റ്റ് 14-ാം തീയതി ഓർഗനൈസർ എഴുതിയത് ഞാൻ വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച തുടരാം. ദ പീപ്പിൾ ഹു ഹാവ് കം ടു പവർ ബൈ ദ കിക്ക് ഓഫ് ദ ഫേറ്റ് മേ ഗിവ് ഇൻ അവർ ഹാൻഡ്സ് ദ ട്രൈ കളർ ബട്ട് ഇറ്റ് നെവർ ബി റെസ്പെക്ടഡ് ആൻഡ് ഓൺഡ് ബൈ ഹിന്ദുസ്. 1947 RSSന്റെ ഓർഗനൈസർ പ്രഖ്യാപിച്ചത് ഈ ത്രിവർണ്ണ പതാക ഒരു കാലത്തും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഓൺ ചെയ്യുകയോ റെസ്പെക്ട് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. എന്റെ ചോദ്യം ഇപ്പോൾ അതല്ലേ നടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യത്തിലുള്ള പക്ഷേ നിങ്ങൾക്കറിയാം, 1947 ഓഗസ്റ്റ് 14-ാം തീയതി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകൾ നടക്കുന്നേ ഉള്ളൂ. ഇന്ത്യയുടെ ഘടനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പതാക അംഗീകരിക്കുകയും അത് രാജ്യം സ്വതന്ത്രമായപ്പോൾ ചെങ്കോട്ടയിൽ ഉയർത്തുകയും ചെയ്തല്ലോ സാർ. നോക്കൂ, സാങ്കേതികത്വം പറയല്ലേ ശ്രീ, നിങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കണം, എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ തുടർന്നോളൂ, എനിക്കിത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചരിത്രം പഠിക്കുന്ന ഏത് കുട്ടിക്കും അറിയുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള കൊല്ലക്കണക്കുകൾ ഞാൻ പറയാം. 1949 നവംബർ 14-ാം തീയതിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 26-ാം തീയതിയാണ്. അതിനു മുൻപുള്ളത് ഡിബേറ്റുകൾ മാത്രമാണ്. അത് ഭരണഘടന എന്ന് പറയുന്ന നമ്മൾ ഇന്ന് അംഗീകരിക്കുന്ന അനുസരിക്കുന്ന വ്യവസ്ഥിതിയായി മാറുന്നത് 1950 ജനുവരി 26-നാണ്. 1950 ശേഷം സമാനമായിട്ടുള്ള ഒരു വിമർശനം നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ 1947-46 പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ ഘട്ടത്തിൽ ചെങ്കൊടി ഇന്ത്യയുടെ ദേശീയ പതാകയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ലേഖനം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മഹാത്മാഗാന്ധി ചർക്കയാണ് ദേശീയ പതാകയുടെ നടുവിൽ വരേണ്ടത്, ഈ പറയുന്ന അശോക ചക്രം ഇതിന് യഥാർത്ഥത്തിലുള്ള ഇന്ത്യക്കാരന്റെ വാല്യൂറിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനം ഞാൻ കാണിച്ചു തരാം. ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നാട്ടുരാജ്യങ്ങൾ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ഈ പതാകയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ള നിരവധി അഭിപ്രായങ്ങളെയും നിരവധി പക്ഷങ്ങളെയും പരിഗണിച്ചിട്ടാണ് അവസാനം നമ്മളൊരു പൊതു പോയിന്റിൽ എത്തിയത്. ആ പോയിന്റിൽ എത്തിയതിനു ശേഷമുള്ള നിലപാട് എന്താ എന്നുള്ളതാണ് ചർച്ച. ഇനി രണ്ടാമത്തെ കാര്യം, ഭാരത് മാത എന്ന് പറയുന്നത്, ഞാൻ ആ പോയിന്റിൽ ഒന്ന് ആടി താങ്കളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഭാരത് മാത എന്ന ഡിബേറ്റിലേക്ക് വരാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അതിപ്പോൾ ഈ ഡേറ്റ് വെച്ച് ഈ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇപ്പോഴത്തെ ത്രിവർണ്ണ പതാകയെ, അശോക സ്തംഭം നടുവിലുള്ള ഈ ചക്രം നടുവിലുള്ള ഈ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്? അത് 1947 ജൂലൈയിലാണ്. അതിനുശേഷമാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ പതാകയാണല്ലോ സാർ ഉയർത്തിയത്. ഈ ദേശീയ പതാകയാണല്ലോ 1947 ഓഗസ്റ്റ് 15-ന് ഉയർത്തിയത്. ആ പതാകയെ കുറിച്ച് അന്ന് പറഞ്ഞ നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് അതിനൊരു മറുപടിയാവുമോ? തീർച്ചയായിട്ടും അതാണല്ലോ മറുപടി. കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷമാണ് രാജ്യത്തിന്റെ വ്യവസ്ഥിതി ഉണ്ടായത്. ഇതൊരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന സങ്കല്പം 1950 ജനുവരി 26-ാം തീയതിയാണ് വരുന്നത്. അതിനുമുമ്പ് എന്താ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഒരു സമ്പൂർണ്ണ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് പറയൂ. ആദ്യം ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരുന്നു. 1947 ഓഗസ്റ്റ് 15-ന് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസോൾവ് ആവുകയും ഈ അംഗങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് പോവുകയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് 1950 വരെ ചർച്ചകൾ നടത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ ഓരോ വ്യവസ്ഥയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ എന്താണ്? നമ്മുടെ രാജ്യം മതേതരമാണ് എന്ന് പറയുന്നതിനർത്ഥം ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ചരിത്രത്തെയോ പാരമ്പര്യത്തെയോ പൂർണ്ണമായി നമ്മൾ നിഷേധിക്കുന്നു എന്നല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രത്യേകമായിട്ടുള്ള അനുഭവം പുലർത്തുകയോ ഏതെങ്കിലും മതത്തോട് വിവേചനപരമായിട്ടുള്ള സമീപനം പുലർത്തുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് എന്താണ് കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം ദ ചർച്ച് അല്ല.
അല്ല, ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻസ് ആണ്, സർവ്വധർമ്മ സമഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ഹെറിറ്റേജിനെ ഞാൻ മുഴുവനാക്കട്ടെ, ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ഹെറിറ്റേജിനെ, ഇന്ത്യയുടെ കൾച്ചറലായിട്ടുള്ള പാരമ്പര്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നിട്ടുള്ള രാഷ്ട്രമല്ല. അത് നൂറ്റാണ്ടുകളുടെയോ സഹസ്രാബ്ദങ്ങളുടെയോ പഴക്കമുള്ള ഒരു രാഷ്ട്ര സങ്കല്പമാണ്. ആ രാഷ്ട്രഭാവന ഉരുത്തിരിഞ്ഞു വരുന്നതിന്റെ ഓരോ ഘട്ടത്തിലും അതിനെ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ഹിന്ദു സംസ്കൃതി ഇവിടെ ഉണ്ട്. ആ ഹിന്ദു സംസ്കൃതിയുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും ആ രാഷ്ട്രത്തിന്റെ ഏത് ഘട്ടത്തിലും അതിന്റെ പ്രധാന അടയാളങ്ങളായി നിലനിൽക്കുന്നുണ്ട്. 1947 ശേഷം അത് ഇല്ലാണ്ടായിട്ടില്ല. മതേതരമായി ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഘടകങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ട് പറിച്ചെറിഞ്ഞു കളയാന്നുള്ളതല്ല. ഇന്ത്യയുടെ ഇന്നത്തെ ഈ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാ പ്രകാരമുള്ള രാഷ്ട്ര സങ്കല്പത്തിൽ പോലും ഹിന്ദുമതത്തിന്റെ സ്വാധീനങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാഷണൽ മോട്ടോ എന്താ? സത്യമേവ ജയതേ എന്നുള്ളതാണ്. സത്യമേവ ജയതേ എവിടുന്നാ വന്നത്? മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തിട്ടുള്ള സത്യമേവ ജയതേ. നമ്മുടെ സുപ്രീം കോടതിയുടെ മോട്ടോ എന്താണ്? യഥോ ധർമ്മ സ്തതോ ജയ എന്നുള്ളതാണ്. യഥോ ധർമ്മ സ്തതോ ജയ എവിടെ നിന്ന് വന്നതാ? മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ശാന്തിപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ സൈന്യങ്ങളുടെ എല്ലാം മോട്ടോസ് നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണ്? സേവാഹി പരമോ ധർമ്മ എന്ന് പറയുന്നതാണ്, ഹിന്ദു ധർമ്മത്തിൽ നിന്നുള്ള സങ്കല്പമാണ്. നമ്മുടെ നേവിയുടെ മോട്ടോ എന്താ? ശം നോ വരുണ എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ തൈത്തിരിയാരണ്യകത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ എയർഫോഴ്സിന്റെ മോട്ടോ എന്താ? നഭസ്പൃശം ദീപ്തം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിനെ വർണ്ണിക്കുന്ന ഭാഗമാണ്. ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന് പറയുന്ന നഭസ്പൃശം ദീപ്തം ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നാഷണൽ സിംബൽ എന്താണ്? അശോകന്റെ സാർനാഥിലെ ലയൺ ക്യാപിറ്റൽ ഓഫ് സാർനാഥ് ആണ്. അതെന്താ? ഒരു ഹിന്ദു ബുദ്ധിസ്റ്റ് റിലീജിയസ് സിംബലാണ്. അതിന്റെ താഴെയുള്ളത് എന്താണ്? ധർമ്മചക്രയാണ്, വീൽ ഓഫ് ധർമ്മയാണ്, ഹിന്ദു സങ്കല്പമാണ്. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിന്റെ നടുക്ക് നിൽക്കുന്ന അശോക ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മ, വീൽ ഓഫ് ധർമ്മയാണ്. 24 കൈകളോട് കൂടിയിട്ടുള്ള നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മചക്രമാണ്. അത് ഹിന്ദു സങ്കല്പമാണ്. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഈ പറയുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെല്ലാം ഹിന്ദു സംസ്കൃതിയുടെ സ്വാധീനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു, ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിന്റെ സിവിലൈസേഷണൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഹിന്ദു എത്തോസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഹിന്ദു എത്തോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിനെതിരെയല്ല, അത് ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിലല്ല, പക്ഷേ അത് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പ്രയത്നത്തിന്റെ പേരല്ല ഹിന്ദുത്വം എന്നുള്ളത്. ഈ രാഷ്ട്രത്തിന്റെ ഹിന്ദുത്വ സ്വഭാവത്തെ മറഞ്ഞു പോകാതെ, വാർന്നു പോകാതെ കാത്തുരക്ഷിക്കാനുള്ള ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആണ്. ഈ ഭാരത് മാതയുടെ കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ 1904 അപനീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ ഭാരത് മാത ഉണ്ടാക്കിയത്. അപനീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയത് ഭാരത് മാതയല്ല, അത് ബംഗാൾ മാതയായിരുന്നു. ആ ബംഗാൾ മാതയെ പിന്നീട് സിസ്റ്റർ നിവേദിതയാണ് ഭാരത് മാത എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ നിന്നല്ല ഭാരത് മാതയുടെ സങ്കല്പം ഉണ്ടാവുന്നത്. 1883 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എന്താ പറയുക, ആനന്ദമഠ് എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എന്ന് പറയുന്ന ഗീതം ഉണ്ടാവുന്നത്. ആ വന്ദേമാതരം ഈ ഭാരതത്തെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഗീതമാണ്. ആ ഗീതത്തിൽ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് എല്ലാവരും ഭാരത് മാതയുടെ ഫോട്ടോ വെച്ചിട്ട് അവരെ വണങ്ങിക്കൊള്ളുന്നത് രാജ്ഭവൻ പറഞ്ഞിട്ടുണ്ടോ? രാജ്ഭവൻ വളരെ കൃത്യമായി പറഞ്ഞു. ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പി ശ്രീകുമാർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ കാവ്യ പതാക മാറ്റിയിട്ട് ത്രിവർണ്ണ പതാക എന്തിയിട്ടുള്ള ഭാരത് മാതയുടെ ചിത്രം വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരായിരുന്നു. എന്നാൽ ഈ മുൻപൊന്നും ഇല്ലാത്ത ഒരു സമീപനത്തോട് രാജേന്ദ്ര അർലേക്കർ വന്നത് മുതൽ നടക്കുന്ന എല്ലാ ഉദ്യോഗ ചടങ്ങുകളിലും ഭാരത് മാതാവിന്റെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത ഒരു ശത്രുതാപരമായിട്ടുള്ള ഭാവത്തോടു കൂടി പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുന്നതും ബഹിഷ്കരണം ഉണ്ടാവുന്നതും. കൃത്യമായിട്ട് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് സ്വാഭാവികമായി നടന്നു വന്നിരുന്ന ഒരു സംഗതിയെ വിവാദവൽക്കരിച്ചല്ലേ.